ഹലോ ഗൈസ്, ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഞാൻ ഇഡ്ഡലിക്ക് അരി അരക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഈ നാഴിക്കാണ് ഞാൻ അരി അളന്നിട്ടുള്ള ഒരു നാഴി നേരെ പകുതി ഉഴുന്നു, പിന്നെ കുറച്ച് ചോറ്, കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഉപ്പെല്ലാം ചേർത്തിട്ടാണ് ഞാൻ അരക്കുന്നത്. അപ്പോൾ നമുക്ക് അരച്ചെടുക്കാം. അപ്പം ഞാനതിന് മിക്സീൻ്റെ ജാറിലേക്ക് ഇടുന്നുണ്ട്. കുറേശ്ശെ ഇട്ട് 3 പ്രാവശ്യമായിട്ട് ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒഴിക്കുന്നില്ല, കുറച്ച്. കണ്ടല്ലോ, കാണുന്നുണ്ടോ എന്നറിയില്ല. ഇതാ അത്രയേ ഒഴിക്കുന്നുള്ളൂ. അപ്പം ഞാനിത് അരച്ചെടുത്തിട്ട് വരുന്നു ഗൈസ്. അധികം വെള്ളം ഞാൻ ഒഴിക്കുന്നില്ല. അരച്ചെടുത്തിട്ട് വേഗം വരാം. ഞാൻ ഒരുക്കി അരച്ചിട്ട് എടുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഗൈസ്. ഇത്ര കട്ടിയിലാണ് ഞാൻ അരച്ചിട്ടുള്ളത്. അധികം വെള്ളമല്ല, അധികം കട്ടിയില്ല എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ നാളേക്ക് ഇത് പൊന്തി വരും. വേറെ ഒന്നും ഇതിൽ ചേർക്കുന്നില്ലേ. ഞാൻ ഇത് ഉച്ചക്ക് വെള്ളത്തിലിട്ടതാണ്. എന്നിട്ടാണ് ഈ സമയത്തിന് ഞാൻ അരക്കുന്നത്. ഉച്ചക്ക് 1 മണിയായടുത്ത് ഇട്ടതാണ്. അപ്പം അത്രയും നേരം കൊണ്ട് പുതിർന്നതാണിത്. എന്നിട്ടാണ് ഞാനിത് അരച്ചിട്ടെടുക്കുന്നത്. ഇതും കൂടി ഞാൻ അരച്ചെടുത്തിട്ട് വേഗം വരുന്നു ഗൈസ്. അപ്പം ഇത് ഞാൻ കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ട് കണ്ട. ഇതാണ് ഞാൻ അരക്കുന്ന പാകം. കണ്ടല്ലോ. അപ്പോൾ ഒരിക്കലും കൂടിയുണ്ട്. അതും കൂടി ഞാൻ അരച്ചെടുത്തിട്ട് വരണം. നല്ല സൂപ്പർ ഇഡ്ഡലി ആയിരിക്കും. വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. വേറെ ഒന്നും ഇതിൻ്റെ അകത്ത് ഞാൻ ഇടുന്നില്ലേ. ഇത് മാത്രമേ ഉള്ളൂ. ഒരു ലേശം ചോറ് ചേർത്തിന്, കുറച്ച്, അധികമൊന്നുമില്ല. അത്രയാണ് ഞാൻ ചേർക്കുന്നത്. എന്നിട്ടാണ് ഞാനെപ്പോൾ അരക്കൽ. അപ്പോൾ നല്ല സൂപ്പർ ഇഡ്ഡലി ആയിട്ടാണ് എനിക്ക് കിട്ടൽ. നിങ്ങളെല്ലാവരും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ചെയ്യുന്നത് നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരുന്നതെന്ന് മാത്രം.
ഇതാ ഗൈസ് എല്ലാം ഞാൻ അരച്ചെടുത്തു. ഇതാ പൊന്തി വരും. ഇനിയിപ്പം നാളേക്ക് ചിലപ്പോൾ ഇത് മാറ്റേണ്ടി വരും. അങ്ങനെ പൊന്തി വരും. വേറെ ഒരു പാത്രത്തിലേക്കും കൂടി ചിലപ്പോൾ മാറ്റേണ്ടി വരും. രാവിലെ ആകുമ്പോഴത്തേക്ക് ഇത് പൊന്തി വന്നിട്ടുണ്ടാവും. കണ്ടോ? ഇനി ഞാൻ ഇളക്കുന്നു ആവുന്നു ഒന്നുമില്ല. ഇങ്ങനെ അടച്ച് വെക്കുക ചെയ്യാം. ഒന്നും ഇളക്കാനൊന്നും നിൽക്കുന്നില്ല ഞാൻ. ഇത്ര തന്നെയുള്ളൂ പരിപാടി. കണ്ട, ഇതാണ് എൻ്റെ ഇഡ്ഡലിക്ക് അരക്കുന്ന പാകം. ഇങ്ങനെയാണ് ഞാനിപ്പോൾ ഇഡ്ഡലി ഗൈസ്. നല്ല സൂപ്പർ ഇഡ്ഡലി ആയിട്ടാണ് എനിക്ക് കിട്ടല്. നിങ്ങളെല്ലാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഇനി ഞാനിത് ഒന്നും ഇളക്കുക ആക്കിയൊന്നും ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ തന്നെ ഞാൻ വെക്കും. എന്നിട്ടാണ് കണ്ടല്ലോ, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ല സോഫ്റ്റ് പോലെ ഞാൻ കാണാൻ തന്നെയുള്ള അരച്ച് വെച്ചിട്ട് നോക്കുമ്പോൾ തന്നെ നല്ല ഇതായിട്ടാണുള്ളത്. അപ്പം ഇങ്ങനെയാണ് എൻ്റെ പരിപാടി. അപ്പം ഇനി ഞാനിത് അടച്ചു വെക്കാം. നാളെ രാവിലെ തുറന്ന് നോക്കാം. അപ്പോഴത്തേക്ക് പൊന്തി വന്നിട്ടുണ്ടാവും. പൊന്തുന്നുണ്ടോ നോക്കിയിട്ട് ഞാൻ രാത്രി കിടക്കുന്നതിനിടക്ക് കുറച്ച് പക്ഷേ വേറെ പാത്രത്തിലാക്കി വെക്കും. ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഞാൻ അരച്ച് വെക്കും. ഇന്ന് തന്നെ ഇത് നല്ല നാളേക്ക് നല്ല പാകത്തിനായിക്കോളും. എന്നിട്ട് നമുക്ക് നാളെ ഇഡ്ഡലി ചുട്ടിട്ട് കഴിക്കാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ആണ്. അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കാണിച്ചതാണ്, ഞാൻ ചെയ്യുന്ന മാതിരി. അപ്പം ബായ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം.